ഇന്നത്തെ റെസിപ്പി ചിക്കൻ 65 ആണ്. ഇതിനായിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കൻ 1 കിലോ എടുത്തു വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1.5 ടീസ്പൂൺ, 1 പിഞ്ച് ഓഫ് സാഫ്രോൺ, 2 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ, 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇനി ഫ്രൈ ചെയ്യുന്നതിന് ഗാർലിക് മിൻസ് ചെയ്തത് 3 എണ്ണം, 4 ഗ്രീൻ ചില്ലി, കറിവേപ്പില ആവശ്യത്തിന്, നാരങ്ങ നീര് 2 ടേബിൾ സ്പൂൺ, 4 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, എണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മറിനേറ്റ് ചെയ്യണം. ഇതിനായിട്ട് ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സാഫ്രോൺ, കോൺഫ്ലോർ, ഓൾ പർപ്പസ് ഫ്ലോർ, നാരങ്ങ നീര്. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ആവുന്നതിന്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരു അരമണിക്കൂർ മറിനേറ്റ് ചെയ്യാൻ വെക്കാം. ഒരു 6-7 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചൂടായ ഫ്രൈങ് പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. ഇവിടെ ഞാൻ ചിക്കൻ വറുത്ത അതേ എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് ഇളക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇടാം. ഇനി ഇതിലേക്ക് ചില്ലി സോസ് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ ഇട്ട് ഇളക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 1 മിനിറ്റത്തേക്ക് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.